വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ യുലിപ് പ്ലാൻസിൻ്റെയും മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും ഒരു ലൈവ് കമ്പാരിസൺ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. യുലിപ് പ്ലാൻസിനെ പറ്റി ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ യുലിപ് പ്ലാൻസിൻ്റെയും മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും ഫീച്ചേഴ്സും ഹൈലൈറ്റ്സും എല്ലാം ഞാൻ കാണിച്ചു തന്നിരുന്നു. സോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുലിപ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അതൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെയും ടേം ഇൻഷുറൻസിൻ്റെയും കോമ്പിനേഷൻ ആണെന്ന്. അതുമാത്രമല്ല യുലിപ് പോളിസീസ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റും ആവുന്നില്ല, നല്ലൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റും ആവുന്നില്ല എന്നുള്ളതും. ആ എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു യുലിപ് പോളിസിയുടെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും ലൈവ് കമ്പാരിസൺ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റിൻ്റെയും പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ്. സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു മ്യൂച്വൽ ഫണ്ട് എന്തുകൊണ്ട് ഒരു യുലിപ് പോളിസിയെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ ആണെന്നുള്ളത്. പക്ഷേ അതിനർത്ഥം ഒരു യുലിപ് പോളിസി ഒരു വേഴ്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആണെന്നുമല്ല. ഒരു യുലിപ് പോളിസിക്കും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഉണ്ട്. അതും ഞാൻ ഈ എപ്പിസോഡിൽ കാണിച്ചു തരുന്നതായിരിക്കും. സോ ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഒരു യുലിപ് പോളിസിയിൽ എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ലൈവ് കമ്പാരിസണിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ HDFC ലൈഫിൻ്റെ ക്ലിക്ക് ടു ഇൻവെസ്റ്റ് യുലിപ് പ്ലാനും പിന്നെ ആക്സിസിൻ്റെ ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ELSS മ്യൂച്വൽ ഫണ്ടുമാണ്. ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യാൻ കാരണം ഇതിൽ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. സോ ഈ രണ്ട് പ്രോഡക്ട്സിൻ്റെയും എനിക്ക് ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ചാർജസും എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റ്സ് തന്നെ സെലക്ട് ചെയ്തത്. ഇതിൽ ആക്സിസിൻ്റെ ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ELSS പ്ലാനിൻ്റെ ആനുവൽ ചാർജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും 2.01% ആണ്. ഇത് റെഗുലർ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഡയറക്റ്റ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പെൻസ് റേഷ്യോ അല്ലെങ്കിൽ ആനുവൽ ചാർജസ് എന്ന് പറഞ്ഞാൽ 0.88% മാത്രമാണ്. സോ നിങ്ങളിപ്പം ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആനുവലി വരുന്ന ചാർജസ് എന്ന് പറയുന്നത് ഈ 0.88% ആണ്. സോ നിങ്ങളുടെ ഫണ്ട് ഇപ്പം ഒരു 9% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 0.88% ആണ് ഫണ്ട് ചാർജസ് ആയിട്ട് പോകുന്നത്. ഇനി HDFC ലൈഫിൻ്റെ ക്ലിക്ക് ടു ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ യുലിപ് പ്ലാനിൻ്റെ ചാർജസ് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ യുലിപ് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുലിപ്സിന് ബേസിക്കലി 5 ചാർജസ് ആണോ ഉള്ളത്. പ്രീമിയം അലോക്കേഷൻ ചാർജ്, പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ്, ഡിസ്കണ്ടിന്യൂഷൻ ചാർജ്, ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ്, മൊർട്ടാലിറ്റി ചാർജ്. ഇനി ഈ യുലിപ് പ്ലാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജും പിന്നെ മൊർട്ടാലിറ്റി ചാർജസും മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സോ ഈ പ്ലാനിൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 1.35% ആണ് ഇക്വിറ്റി ഫണ്ടിന്. അതൊരു റെഗുലർ മ്യൂച്വൽ ഫണ്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇത് കുറവാണ്. ഇനി ഒരു ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതലുമാണ്. സോ ഒരു യുലിപ്പും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജസ് ആണ് ഒന്ന്. പിന്നെ ഓൾറെഡി ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ യുലിപ് പ്ലാൻസിന് ഇൻഷുറൻസ് പോളിസിയും കൂടെ വരുന്നുണ്ട്, പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് ഇൻഷുറൻസ് പോളിസീസ് ഇല്ല. പക്ഷേ ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് യുലിപ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനും ആകുന്നില്ല, നല്ലൊരു ഇൻഷുറൻസ് ഓപ്ഷനും ആകുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രോഡക്ട്സിൻ്റെയും ബെനിഫിറ്റ്സ് നമുക്കൊരു യുലിപ് പ്ലാൻസിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേ എന്നാലും യുലിപ് പോളിസീസിനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് യുണീക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഫണ്ട് സ്വിച്ചിങ് ആണ്. നമ്മളൊരു യുലിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഇക്വിറ്റിയിലാണോ കൂടുതൽ എക്സ്പോഷർ എടുക്കേണ്ടത് അതോ ഡെപ്റ്റിലാണോ എക്സ്പോഷർ കൂടുതൽ എടുക്കേണ്ടത് എന്നുള്ളത്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം അത് സെല്ല് ചെയ്തിട്ട് ഡെപ്റ്റിലോട്ട് സ്വിച്ച് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ടാക്സ് ഫ്രണ്ട്ലി അല്ല, കാരണം നമുക്ക് ടാക്സും ആപ്ലിക്കബിൾ ആയിരിക്കാം, അതുപോലെ ചാർജസും കൂടുമായിരിക്കാം, കാരണം എക്സിറ്റ് ലോഡോ എൻട്രി ലോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ ഒരു പ്രശ്നം യുലിപ് പ്ലാൻസിന് വരത്തില്ല. പക്ഷേ എന്നാലും ഒരു യുലിപ് പ്ലാൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഫണ്ട് സ്വിച്ചിങ് എങ്ങനെ ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഇനി യുലിപ് പ്ലാനിൻ്റെ ചാർജസും അതുപോലെ അതിൻ്റെ ഇൻഷുറൻസ് പാർട്ടും എല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി യുലിപ് പ്ലാൻ എന്ന് പറഞ്ഞാലും അതൊരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. കാരണം ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ആണെങ്കിലും യുലിപ്പിൻ്റെ ആണെങ്കിലും പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പ്രോഡക്ട്സും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരേ സ്റ്റോക്സിലും സെക്ടേഴ്സിലൊക്കെ തന്നെയാണ്. അല്ലാതെ മ്യൂച്വൽ ഫണ്ടിനോ അല്ലെങ്കിൽ യുലിപ്പിനോ അതിൻ്റേതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഒരു ബോണസോ ഒന്നും കിട്ടാനില്ല നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. കാരണം ഈ രണ്ട് പ്രോഡക്റ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ്, നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇക്വിറ്റി ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ റിട്ടേൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെയാണ്. പക്ഷേ ഈ രണ്ട് പ്രോഡക്ട്സും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏതൊരു ഫണ്ടിൻ്റെ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ HDFC ബാങ്കിൽ 10% ആയിരിക്കാം, പക്ഷേ ഒരു യുലിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പം 5% കാണത്തുള്ളൂ. ആ ഡിഫറൻസ് തന്നെയായിരിക്കാം ഈ രണ്ട് പ്രോഡക്ട്സിൻ്റെയും റിട്ടേൺസിലുള്ള ഡിഫറൻസും. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രോഡക്ട്സും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മേജർ കമ്പനീസ് എന്ന് പറയുന്നതെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആക്സിസിൻ്റെ ലോങ് ടേം ഇക്വിറ്റി ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്സിസിൻ്റെ ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടോപ്പ് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, TCS, കൊട്ടാക് ബാങ്ക്,
ഇൻഫോ എഡ്ജ്, നെസ്ലെ, HDFC, മാരുതി, അവന്യൂ സൂപ്പർ മാർട്ട്സ്, പിഡിലൈറ്റ്, ഡിവൈസ്, ഇൻഫോസിസ്, ടോറന്റ് പവർ, ഡോക്ടർ റെഡീസ്, മദർസൺ സുമി, അങ്ങനെ കുറച്ച് സ്റ്റോക്സ് ആണ്. ഇനി HDFC ലൈഫിൻ്റെ ക്ലിക്ക് ടു ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ULIP പ്ലാനിൻ്റെ പോർട്ട്ഫോളിയോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ എഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെയും ടോപ്പ് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ HDFC ബാങ്ക്, ഇൻഫോസിസ്, റിലയൻസ്, ICICI, TCS, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കൊട്ടാക് ബാങ്ക്, പിന്നെ കുറച്ച് ETFs, L&T, ഭാരതി എയർടെൽ, ബജാജ് ഫിനാൻസ്, ITC, ഇങ്ങനെ കുറച്ച് സ്റ്റോക്സ് ആണ്. സോ ഈ രണ്ട് പ്രോഡക്ട്സും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ മോർ ഓർ ലെസ് ദ സെയിം ആണ്. ഇനി ഞാനിപ്പം ഈ കാണിച്ചു തന്ന പ്രോഡക്ട്സിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസ് എന്ന് പറയുന്നത് ഈ HDFC ലൈഫിൻ്റെ ULIP പ്ലാനിലും അതുപോലെ ആക്സിസിൻ്റെ ലോങ് ടേം ഇക്വിറ്റി ഫണ്ടിലും മാത്രമല്ല, നമ്മളിപ്പം വേറെ ഏതൊരു ULIP പ്ലാനും മ്യൂച്വൽ ഫണ്ടും എടുത്താലും ഇതേപോലുള്ള കോമൺ ഫാക്ടേഴ്സും ഡിഫറൻസസും നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പോളിസി ബസാറിൽ ടോപ്പ് ULIP പ്ലാൻസ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ULIP പ്ലാൻസ് ആണ് ഇത്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലെ പ്രീമിയം അലോക്കേഷൻ ചാർജും പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജൊക്കെ ഓരോ പ്ലാൻസിൻ്റെയും എത്രയാണെന്നുള്ളത്. ഇനിയും ഈ ചാർജസ് കൂടാതെ ഈ ഓരോ ULIP പ്ലാനിനും ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജുണ്ട്, അത് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുമില്ല. സോ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലാനാണ് ബജാജ് അലയൻസിൻ്റെ ഫ്യൂച്ചർ ഗെയിൻ എന്ന് പറഞ്ഞ ഒരു ULIP പ്ലാന്. അതുപോലെ കവർ ഫോക്സ് എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിലും ഒരു ടോപ്പ് ULIP പ്ലാനായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ബജാജ് അലയൻസിൻ്റെ ഫ്യൂച്ചർ ഗെയിൻ എന്ന് പറഞ്ഞ ULIP പ്ലാനാണ്. സോ നമുക്കിനിയും അതിൻ്റെ ചാർജസും ഡീറ്റെയിൽസും നോക്കാം. ഇതാണ് ബജാജ് അലയൻസിൻ്റെ ഫ്യൂച്ചർ ഗെയിൻ എന്ന് പറഞ്ഞ ULIP പ്ലാനിൻ്റെ പ്രോഡക്റ്റ് പേജ് എന്ന് പറയുന്നത്. സോ നമുക്കിനി അതിൻ്റെ ബ്രോഷർ നോക്കാം. അതിൻ്റെ അകത്താണ് ചാർജസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബജാജ് അലയൻസിൻ്റെ ഫ്യൂച്ചർ ഗെയിൻ എന്ന് പറഞ്ഞ ULIP പ്ലാനിൻ്റെ ചാർജസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ പ്രീമിയം അലോക്കേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ 2 lakhs മേലെ ആണെങ്കിൽ മാത്രമേ 0% ഉള്ളൂ, അല്ലെങ്കിൽ 2.5% മുതൽ 9% വരെയാണ് ചാർജസ് എന്ന് പറയുന്നത്. ഇനി പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ 33.33 റുപ്പീസാണ് ഓരോ മാസവും. അത് പക്ഷേ ഓരോ വർഷവും 5% വെച്ച് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 500 റുപ്പീസുമാണ്. ഇനി ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 1.35% ആണ് ചാർജസ് എന്ന് പറയുന്നത്. സോ ഇത്രയും ചാർജസ് തന്നെ മതി നമ്മളുടെ ഇനീഷ്യൽ ക്യാപിറ്റലിൻ്റെ ഒരു 4-5% ഈസി ആയിട്ട് ഇവർ ഡിഡക്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ പോളിസി ബസാറിലും അതുപോലെ കവർ ഫോക്സിലും കാണിച്ചിരിക്കുന്നത് ഈ പ്ലാനിന് 0% to 1.5% മാത്രമേ പ്രീമിയം അലോക്കേഷൻ ചാർജ് ഉള്ളൂ. അതുപോലെ പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ 33.33 റുപ്പീസിനുള്ളതാണ്. അതുപോലെ ഇവർ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ് മെൻഷൻ ചെയ്തിട്ടുമില്ല. ഇനി അതുപോലെ തന്നെ കവർ ഫോക്സിലും നോക്കുകയാണെങ്കിൽ അവരും കാണിച്ചിരിക്കുന്നത് ഓരോ പ്ലാൻസിൻ്റെയും പ്രീമിയം അലോക്കേഷൻ ചാർജും കാണിക്കുന്നുണ്ട്, പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അത് ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ് മെൻഷൻ ചെയ്തിട്ടുമില്ല. അതുപോലെ ഇപ്പം പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ് ഈ ബജാജിൻ്റെ പ്ലാൻ ആണെങ്കിൽ അതിൻ്റെ കൂടുന്ന കാര്യം അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുമില്ല. സോ ഇതിൻ്റെ അകത്തൊന്നും ഇവർ ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ല ഇവരുടെ ചാർജസ് കാണിച്ചിരിക്കുന്നത്. കാരണം ഈ വെബ്സൈറ്റ്സ് എല്ലാം തന്നെയും ഈ ULIP പ്ലാൻസ് ഒക്കെ വിറ്റിട്ട് അതിൻ്റെ കമ്മീഷൻസ് ഏൺ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻസിൻ്റെ ഒക്കെ നെഗറ്റീവ് ഹൈലൈറ്റ്സ് എന്താണെന്നുള്ളത് ഇവർ മെൻഷൻ ചെയ്തിട്ടുമില്ല. ഇനി ULIPസിൻ്റെ ഈ ചാർജസ് മറ്റുള്ള മ്യൂച്വൽ ഫണ്ട്സുമായിട്ടും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് SBIയുടെ ബ്ലൂചിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഇക്വിറ്റി ഫണ്ട്. ഇതിൻ്റെ ചാർജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും 1.75% ആണ് ആനുവലി. അതെന്ന് പറഞ്ഞാൽ റെഗുലർ പ്ലാൻ ആണെങ്കിൽ. നമ്മളിപ്പം സെലക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ആനുവൽ ചാർജസ് എന്ന് പറയുന്നത് 1.07% മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ICICIയുടെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ചാർജസ് ചെക്ക് ചെയ്യാം. ഇതാണ് ICICIയുടെ ബ്ലൂചിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ ചാർജസ് എന്ന് പറയുന്നത്. എഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും 1.72% ആണ് ആനുവൽ ചാർജസ് എന്ന് പറയുന്നത്. അത് റെഗുലർ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ. നമ്മളിനി അത് ഡയറക്റ്റ് ഫണ്ടാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനുവൽ ചാർജസ് എന്ന് പറയുന്നത് 1.09% ആയിട്ട് കുറയുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ വേറൊരു മ്യൂച്വൽ ഫണ്ടും കൂടെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പം ഒരു മിഡ് ക്യാപ് ഫണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഇത് ആക്സിസിൻ്റെ ഒരു മിഡ് ക്യാപ് ഫണ്ടാണ്. ഇതിൻ്റെ ചാർജസ് എന്ന് പറഞ്ഞാൽ 2% ആണ് റെഗുലർ ഫണ്ടിന്. അതിപ്പം നമ്മൾ ഡയറക്റ്റ് ഫണ്ടാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജസ് എന്ന് പറഞ്ഞാൽ 0.57% മാത്രമേ ഉള്ളൂ.
ഇനി ഇതാണ് DSPയുടെ മിഡ് ക്യാപ് ഫണ്ടിൻ്റെ ചാർജസ് എന്ന് പറയുന്നത്. എഗെയിൻ റെഗുലർ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.85% ആണ്. നമ്മളിപ്പം സെലക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ആനുവൽ ചാർജസ് എന്ന് പറഞ്ഞാൽ 0.9% മാത്രമേ ഉള്ളൂ. സോ ഇത് ഒരു യുലിപ്പ് പ്ലാനിൻ്റെ ചാർജസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കുറവാണ്. കാരണം യുലിപ്പിൽ മാക്സിമം ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു 4%, 5% അറൗണ്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ആണെങ്കിൽ മാക്സിമം ചാർജ് എന്ന് പറഞ്ഞാൽ 1% അല്ലെങ്കിൽ റെഗുലർ ഫണ്ടാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2% വരത്തുള്ളൂ. അതുകൂടാതെ വേറെ ഹിഡൻ ചാർജസ് ഒന്നും ഇല്ലതാനും. പക്ഷേ ഒരു യുലിപ്പ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ് തന്നെ ഒരു 1% to 2% വരും. അതുകൂടാതെ മൊർട്ടാലിറ്റി ചാർജസും അതുപോലെ പ്രീമിയം അലോക്കേഷൻ ചാർജും അതുപോലെ പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജും അങ്ങനെ പല ചാർജസാണ് യുലിപ്പിന് വരുന്നത്. സോ ഈ രണ്ട് പ്രോഡക്ട്സും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സിമിലർ പോർട്ട്ഫോളിയോ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചാർജസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. പക്ഷേ ഒരു യുലിപ്പിൻ്റെ ചാർജോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ചാർജോ നിങ്ങൾ നോട്ടീസ് ചെയ്യണമെന്നില്ല. കാരണം ഇവരാരും നിങ്ങളെ ചാർജ് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട്. പകരം നിങ്ങളുടെ യൂണിറ്റ്സിൽ നിന്നാണ് ഇവരെ ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ ചാർജിന് ഈക്വലൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്. സോ പെർഫോമൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു യുലിപ്പിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസുമായിട്ട് സിമിലർ ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ അവരുടെ ചാർജസ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ DSP മിഡ് ക്യാപ് ഫണ്ടിൻ്റെ പെർഫോമൻസ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിപ്പം ലാസ്റ്റ് 6 monthsലെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 35% ആണ്. 1 yearലെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 25% ആണ്. ഇനിയും ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് HDFC ലൈഫിൻ്റെ ക്ലിക്ക് ടു ഇൻവെസ്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന് പറയുന്നത്. നമുക്കിനിയും അതിൻ്റെ റിട്ടേൺസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൻ്റെയും റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 6 monthൽ മറ്റേതിന് 35% ആയിരുന്നു, ഇതിന് 36% ഉണ്ട്. ഇനി 1 year ചെക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റേതിന് 25% ആണ്, ഇതിന് 21% ആണ്. സോ ഇതും മോർ ഓർ ലെസ് ദ സെയിം തന്നെയാണ് ഈ രണ്ട് ഫണ്ടിനും. ഇനി നമുക്കൊരു യുലിപ്പിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും ബ്ലൂചിപ്പ് ഫണ്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് HDFC ലൈഫിൻ്റെ ക്ലിക്ക് ടു ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ യുലിപ്പ് പ്ലാനിൻ്റെ ബ്ലൂചിപ്പ് ഫണ്ടിൻ്റെ പെർഫോമൻസ്. 6 month പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 30% എബവ് ആണ്. 1 year പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 16% ആണ്. 2 year പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 30% ആണ്. ഇനി ഇതൊരു മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. സിക്സ് മന്ത് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം SBIയുടെ ബ്ലൂചിപ്പ് ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 37% ആണ്. 1 year എന്ന് പറഞ്ഞാൽ 15% ആണ്. 2 year എന്ന് പറഞ്ഞാൽ 30% ആണ്. ഇതിൽ 6 monthൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് യുലിപ്പിനേക്കാളും കൂടുതലാണ്. പക്ഷേ 1 yearും 2 year നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം തന്നെയാണ്. ഇനിയും ICICIയുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ 6 month എന്ന് പറഞ്ഞാൽ 33%, 1 year എന്ന് പറഞ്ഞാൽ 12%. അത് യുലിപ്പിനേക്കാളും കുറവാണ്. അതുപോലെ 2 year നോക്കുകയാണെങ്കിലും യുലിപ്പിനേക്കാളും കുറവാണ്. സോ മ്യൂച്വൽ ഫണ്ട് ആയാലും യുലിപ്പ് ആണെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞ തന്നെ ഇവർ രണ്ടുപേരും നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരേ സ്റ്റോക്സിലും അല്ലെങ്കിൽ ഒരേ സെക്ടേഴ്സിലൊക്കെ തന്നെയാണ്. എന്നിട്ടും റിട്ടേൺസിലുള്ള ഡിഫറൻസ് വരുന്നത് ഈ ചാർജസ് കാരണം പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുമാണ്. ഇപ്പം ഒരു ഫണ്ടിൻ്റെ ടോട്ടൽ എക്സ്പോഷറിൻ്റെ സേ ഒരു 10% റിലയൻസ് ഇൻഡസ്ട്രീസിലായിരിക്കും, മറ്റേ ഫണ്ടിൻ്റെ എടുക്കുകയാണെങ്കിൽ അത് 5% കാണത്തുള്ളൂ. സോ ആ ഡിഫറൻസ് എന്തായാലും ആ റിട്ടേൺസിലും വരും. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഫണ്ടിൻ്റെയും ലോങ് ടേം റിട്ടേൺസും അല്ലെങ്കിൽ ഷോർട്ട് ടേം റിട്ടേൺസും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വേസ്റ്റ് പെർഫോമർ ആയിരിക്കും നാളത്തെ ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത്. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ യുലിപ്പ് പോളിസീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ഫണ്ട് സ്വിച്ചിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതെന്നുമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.